ഹലോ ഗൈസ്, നമുക്കിന്ന് മസ്കറ്റിലെ ഫിഷ് മാർക്കറ്റ് ഒന്ന് കണ്ടാലോ? ഞങ്ങളിന്ന് രാവിലെ വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ വന്നിറങ്ങി ഈ കാണുന്ന ക്രെയിൻ അതൊക്കെ കണ്ടല്ലോ, അത് മസ്കറ്റിൻ്റെ ഇപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് നടക്കുകയാണ്. കേബിൾ കാറിൻ്റെ പണിയാണ്. ഇനി വരുന്നവർക്കെല്ലാം മസ്കറ്റ് ഫുള്ളും ഈ കേബിൾ കാറിൽ കയറി ഫുള്ള് നമുക്ക് അതിലിരുന്ന് കാണാൻ പറ്റും. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുന്നത്. മസ്കറ്റ് നന്നായിട്ട് പുരോഗമിക്കാൻ പോവുകയാണ്. മസ്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. രാജാക്കന്മാരുടെ ഭരണമാണല്ലോ. കണ്ടോ, നിങ്ങൾ കണ്ടോ ഫിഷുകൾ കണ്ടോ? നമ്മുടെ നാട്ടിൽ ഈ ഫിഷുകളൊക്കെ ഉണ്ടോ? എനിക്കിത് കണ്ടപ്പോൾ കേരളത്തിലുള്ള നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇത് കാണിക്കണം എന്നങ്ങ് അതിയായ ആഗ്രഹങ്ങളാണ്. അതായത് പെടയ്ക്കുന്ന മീനെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടോ, പെടയ്ക്കുകയാണ്, ശ്വാസം വലിച്ചു വിടുകയാണ്. ഇത് കണ്ട് ഞാൻ കണ്ണു തള്ളിപ്പോയി. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. അവരോട് ചോദിച്ചാൽ അവരെല്ലാം അറബികൾ കൂടുതലും കച്ചവടക്കാരുണ്ട്, പക്ഷേ നമുക്ക് അവരോട് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ. വിദേശികളൊക്കെ നിറയെ നിന്ന് ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അവരൊക്കെ എന്നെയും നോക്കുന്നുണ്ട്, ഞാനും നോക്കുന്നുണ്ട്. പിന്നെയും വീണ്ടും മീനിലോട്ട് നോക്കും. പിന്നെ ഹൈജീനിക്കാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം. നമ്മുടെ നാട്ടിലെ ചന്തകളിലെ സ്മെല്ലായിരിക്കുമല്ലോ. ഒരു വെള്ളമാട്ടെ അഴുക്കാട്ടെ ഒന്നുമില്ല. ഒരു തുള്ളി വെള്ളം വീണാലും അടിയിൽ കൂടെ അതങ്ങ് പോവുകയാണ്. ചെറിയ ഹോളുകൾ ഇട്ടിട്ടുണ്ട് അവർ, നെറ്റ് പോലെ വിരിച്ചിട്ട്. അപ്പോൾ വെറൈറ്റി മീനുകളെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണും, ഇങ്ങനെയുള്ള കളറുകളുള്ള ഫിഷുകളൊക്കെ. അങ്ങനെ ഇത് വെട്ടിത്തരുന്ന സ്ഥലമുണ്ട്. ഇതിനകത്ത് തന്നെ ഞാനും അണ്ണനും ഇജുമോനും അക്കുവും മോളും കൂടാണ് പോയത്. അവരെ ഒന്നും കാണുന്നില്ല. ഞാൻ ഇത് കണ്ട ആക്രാന്തത്തിൽ വീഡിയോ പിടിച്ച് ഇങ്ങനെ ഞാൻ നടക്കുക. അവർ വേറൊരു വഴിക്ക് പോയേക്കുവാണെന്ന് തോന്നുന്നു. അവർ ഫിഷൊക്കെ മേടിച്ച് അവിടെ കട്ട് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുക. ഞാനിങ്ങനെ കണ്ട് ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ വീഡിയോ എടുത്ത് പോയി നിന്നപ്പോൾ മാർക്കറ്റ് കഴിഞ്ഞു. അടുത്തത് ഇത് കണ്ടോ, നീല കളറുള്ള മീൻ. ഇതാണ് ഇപ്പോൾ കണ്ടതാണ് ഹാമൂറെന്ന് പറയുന്നത്. അത് ഞാൻ അവിടുന്ന് മനസ്സിലാക്കി. നമ്മളെല്ലാം തൊലി കളഞ്ഞിട്ടല്ലേ ഹാമൂർ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ. അതും കിടന്ന് ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. എന്നെ ആരാണോ മേടിക്കാൻ ഇനി അടുത്തത് വരുന്നത്. അങ്ങനെ വലിയ 200 കിലോ ഉള്ള ഫിഷുകളൊക്കെ ഉണ്ട്. പിന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ അതും മേടിക്കുന്നുണ്ട്. പിന്നെ നമുക്കിഷ്ടമുള്ളത് കാണിച്ചിട്ട് നമുക്ക് മേടിച്ച് അവർ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെയും ചെയ്യുന്നുണ്ട്. മത്തിയുണ്ട്, നമ്മുടെ നാട്ടിലെ മത്തിയുണ്ട്, അയില, ചൂര, എല്ലാ ഫിഷുകളും ഉണ്ട്. ശീല ഇപ്പോൾ കാണിച്ചത് ശീല, കൊഞ്ച്, ഞണ്ട്, അതേപോലെ തന്നെ കണവായും ഉണ്ട് ഈ കൂട്ടത്തിൽ. വലിയ കണവ ഉണ്ട്, ഞണ്ടുണ്ട്. അങ്ങനെ തറയിലും കൊണ്ട് ഇടുന്നുണ്ട്. പിടിക്കും തൊട്ടപ്പുറത്ത് തന്നെ പിടിച്ചിട്ടാണ് മാർക്കറ്റിലോട്ട് കൊണ്ട് ഇടുന്നത്. അങ്ങനെ ഇതും ഫിഷുകൾ കണ്ട് ഞങ്ങൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. മസ്കറ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും ഈ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടോ? എല്ലാവരും പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പോകുന്നുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പൂച്ചക്കുട്ടന്മാർ, അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പൂച്ചയുടെ വീഡിയോ ഞാൻ എടുത്തു. എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടുത്തെ മത്തി കണ്ടല്ലോ, ഒമാൻ മത്തി. എത്രയും നമ്മുടെ നാട്ടിൽ ഇവിടുന്ന് വരുന്നുണ്ട്. ഇത് കണ്ടോ, റെഡ് കളറിലെ ഫിഷ്. അങ്ങനെ ഉണ്ട്. ഇനിയും കാണിക്കാനാണെങ്കിലും ഒത്തിരി ഉണ്ട്. എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.